പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥിരമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് മതേതരത്വം. എന്താണ് ഇതിനർത്ഥം? വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഇതിൻ്റെ വാച്യാർത്ഥം മതാധിഷ്ഠിതമല്ലാത്ത ഇതര മതങ്ങൾക്കും പ്രാമുഖ്യമുള്ള എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാന്തിക വലയത്തിൽപ്പെട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടാത്തത് എന്ന് തന്നെ. ഭരണഘടനയിൽ ഈ വാക്കിന് നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ ഓരോരുത്തരും തങ്ങൾക്കിണങ്ങും വിധത്തിൽ വ്യാഖ്യാനം ചെയ്യുന്നു. ഇന്ന് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതം എന്ന പരമാധികാര കേന്ദ്രത്തിൻ്റെ ആകർഷണ വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയാതെ വയ്യ. നേരിട്ടോ അല്ലാതെയോ മതപ്രീണനം നടത്താതെ ഇവിടെ ഒരു പാർട്ടിക്കും നിലനിൽക്കുവാൻ കഴിയില്ല. എങ്കിലും തങ്ങൾ മതേതര പാർട്ടികളാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. തരം പോലെ മതത്തെ ഉപയോഗിക്കുന്നവരാണ് മതേതരവാദികൾ എന്ന് ചിലർ നർമ്മരൂപേണ കളിയാക്കാറുണ്ട്. മതത്തിൻ്റെ ഈ കടിഞ്ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പല ലോകരാജ്യങ്ങളുടെയും ചരിത്രത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ചരിത്രം അതിനുദാഹരണമാണ്. ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയം കലാപകലുഷിതമായത് മതവും അധികാരവർഗവും തമ്മിലുള്ള കിടമത്സരം മൂലമല്ലേ? 1215 മാഗ്ന കാർട്ട ഉടമ്പടി എടുത്തു നോക്കും. ജോൺ രാജാവിനെ ചുറ്റിവളച്ച കൊരോവോ ചെയ്ത പുരോഹിതവർഗം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതായിരുന്നു അത്. ഭാരതത്തിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല. ആദിമകാലത്ത് ആര്യമതവും പിന്നീട് അത് രൂപാന്തരം സംഭവിച്ചുണ്ടായ ഹിന്ദുമതവും ബ്രാഹ്മണവർഗവും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ശക്തമായി സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അത്രയ്ക്കില്ലെങ്കിലും ബുദ്ധ ജൈന മതങ്ങളും തങ്ങളുടെ കൈക്ക് അടങ്ങുന്ന ഭരണാധികാരികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. 10ാം നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാം മത പീഡനമായിരുന്നു നാം കണ്ടത്. അക്ബർ ഒഴികെ പ്രധാന ഭരണാധികാരികളെല്ലാം മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളാണെന്നാണ് ജനങ്ങളെ കണ്ടത്. ഫിറോസ് ഷാ തുഗ്ലക് തുടങ്ങിവെച്ച ഹിന്ദു നികുതി അക്ബർ ഒഴികെ പിന്നീട് വന്നവരെല്ലാം പിരിച്ചിരുന്നു. ഇങ്ങനെ മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങളും അസമത്വങ്ങളും വർദ്ധിച്ചു വന്നതിനാലാണ് സ്വാതന്ത്ര്യാനന്തരം നാം മതേതരത്വം എന്ന നല്ല ആശയത്തെ സ്വീകരിച്ചത്. ഇന്ത്യ മതസൗഹാർദ്ദമുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഇതരക്കാരുടെ പ്രേരണകൾക്ക് നാം വശംവദരായി തീരരുത്. ഹിന്ദുവും മുസ്ലിമും സിഖും ക്രൈസ്തവനും ബുദ്ധജനവും അനക്കെ ഈ ഭാരത മണ്ണിൽ ജനിച്ച മക്കളാണ്. ഒരേ നിറമുള്ള രക്തമാണ് നമുക്കുള്ളത്. നാം സഹോദരങ്ങളാണ്. തമ്മിൽ തല്ലി ചോരപ്പൊഴുകി നമ്മുടെ മാതൃഹൃദയത്തെ കലുഷിതമാകാതിരിക്കുക. മതം അത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വിഷമാണെന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.